ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ക്യാപിറ്റൽ ഗെയിനിൽ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ദിവാകർ പർച്ചേസ്ഡ് എ പ്ലോട്ട് ഓഫ് അർബൻ ലാൻഡ് ഇൻ 1990 at a cost of rupees 1 lakh. He constructed a house there spending rupees 12 lakh. അതായത് ആദ്യം ഈ ലാൻഡിൻ്റെ കേസ് നോക്കുക. റൂറൽ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല, അർബൻ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ അർബൻ ലാൻഡാണ് പറയുന്നത്. 1990 പർച്ചേസ് ചെയ്യുന്നത്. വർഷം നോക്കുക. 1 ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്തു. അവിടെ 12 ലക്ഷം രൂപക്ക് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തു. അപ്പം മൊത്തം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഈ 1 ലക്ഷം പ്ലസ് 12 ലക്ഷമാണ്, 13 ലക്ഷമാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ഹി സ്പെൻഡ് rupees 3 lakh ടു മോഡിഫൈ ദി ഹൗസ്. എന്ത് ചെയ്തു? 3 ലക്ഷം രൂപക്ക് ഇത് മോഡിഫൈ ചെയ്തു. ശരിക്കും ഇത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ് 3 ലക്ഷം. ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ 1990 പർച്ചേസ് ചെയ്തത്. ആ സമയത്ത് തന്നെ മോഡിഫൈ ചെയ്തു. In March 2001, he constructed 2 additional rooms to the building at a cost of rupees 4 lakh. ഇതും എന്ത് തന്നെയാണ്? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് തന്നെയാണ് ഈ 4 ലക്ഷം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് 1/4/2001 മുമ്പ് നടത്തിയ ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ കോസ്റ്റും നമ്മൾ ഇതിൽ എടുക്കില്ല. 1/4/2001 ശേഷമുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മാത്രമേ നമ്മളിവിടെ പരിഗണിക്കുകയുള്ളൂ. 1/4/2001 മുമ്പുള്ള ഒരു കോസ്റ്റും നമ്മൾ എടുക്കില്ല. 1/4/2001 ശേഷമുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പരിഗണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, 1990 പർച്ചേസ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലിയാണ് 3 ലക്ഷം സ്പെൻഡ് ചെയ്യുന്നത്, മോഡിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ആ സമയത്തുള്ളത് നമ്മൾ എടുക്കില്ല. പിന്നെ മാർച്ച് 2001 നടക്കുന്നത്. മാർച്ച് 2001 അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നത്. അത് നമുക്കറിയാം. 1/4 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതലുള്ളതാണ്. ഏപ്രിൽ 1, 2001 മുതലുള്ളതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതും ഇത് മാർച്ചാണ്, 2001 മാർച്ചാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ മാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ എടുക്കില്ല. അതിനുശേഷം നോക്കാം. ഇൻ ഏപ്രിൽ 2009 2009 ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. അത് നമ്മൾ എടുക്കും. കാരണം അത് 1/4/2001 ശേഷമാണ്. ഹി അഗെയിൻ സ്പെൻഡ് 8 lakh. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 8 lakh ആണ് ടു റീമോഡൽ ദി ഹൗസ്. ഫൈനലി ഹി സോൾഡ് ദ ഹൗസ് ഇൻ ഏപ്രിൽ 2023. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ്. for rupees 1 crore, 1 കോടി രൂപക്ക് അത് വിറ്റു. അപ്പോൾ നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുക. 1 കോടി. എത്ര രൂപക്കാണ് പ്രോപ്പർട്ടി സോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ പൈസയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. Find out taxable capital gain in the financial year 23-24 if the FMV of the house on 1/4/2001 was 30 lakh. 1/4/2001 FMV തന്നിട്ടുണ്ട് 30 ലക്ഷം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. നോക്കി, 1990 പർച്ചേസ് ചെയ്യുന്നത്, 2023 സോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം നോർമൽ കേസ് നമ്മൾ പറഞ്ഞു 36 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആവും. 36 മാസം എന്ന് പറയുമ്പോൾ 3 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ അത് ലോങ് ടേം ആവും. ഇവിടെ 1990 പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ലോങ് ടേം തന്നെയാണ്. ലോങ് ടേം ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് ചെയ്യണം. ഈ കാര്യം ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നമുക്കറിയാം 1990 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 1/4/2001 മുമ്പാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കേസിൽ നമ്മൾ എടുക്കേണ്ടത് 1/4/2001 മുമ്പാണ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ് ഓർ 1/4/2001 FMV ഏതാണ് കൂടുതൽ, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. 1/4/2001 മുമ്പ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ 1/4/2001 FMV അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ്. ഇവിടെ 1 ലക്ഷവും 12 ലക്ഷം കൂടി 13 ലക്ഷമാണ് വീടിൻ്റെ യഥാർത്ഥത്തിലുള്ള കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ FMV ഓൺ 1/4/2001 വിച്ച് എവർ ഈസ് ഹയർ ക്യാൻ ബി ഇൻഡെക്സ്ഡ്. ഏതാണ് കൂടുതൽ അതാണ് ഇൻഡെക്സ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ നോക്കി, 1 ലക്ഷം 12 ലക്ഷം കൂടി 13 ലക്ഷമാണ് യഥാർത്ഥത്തിലുള്ള കോസ്റ്റ്.
30 ലക്ഷമാണ് 1/4/2001 FMV. ഇതിലേതാണ് കൂടുതൽ? 13 ലക്ഷമാണോ 30 ലക്ഷമാണോ? 30 ലക്ഷമാണ് കൂടുതൽ. ഇതിനെയാണ് അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 1/4/2001 ശേഷം ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 8 ലക്ഷം മാത്രമേ അതിന് ശേഷമുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ CIE നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു കേസിൽ അക്വിസിഷൻ്റെ കേസിൽ നമുക്കറിയാം 90-ലാണ് അക്യൂർ ചെയ്യുന്നത്. 1/4/2001 FMV ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് 2001 മുമ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൽ ഏറ്റവും ബേസ് ഇയർ എന്ന് പറയുന്നത് 2001-2002 ആണ്. ഈ തന്നിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ ബേസ് ഇയർ. ഇതും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഈ 2023-24 348 നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബേസ് ഇയർ ആണ്. 2001-2002 എന്നുള്ളത് നമ്മുടെ ബേസ് ഇയർ ആണ്. അതിൻ്റെ വാല്യൂ 100 ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് 2001 മുമ്പ് പർച്ചേസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത് 100 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഹെഡിങ് കൊടുത്ത് എഴുതിയിട്ടുണ്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ പ്രീവിയസ് ഇയർ 23-24. ആദ്യം എഴുതേണ്ടത് നമുക്കറിയാം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് എഴുതുക ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഈ അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി സോൾഡ് ചെയ്ത് കിട്ടുന്ന പൈസയാണ് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എത്ര രൂപക്കാണ് ഈ വീട് വിൽക്കുന്നത്? 1 കോടി രൂപക്കാണ് വിൽക്കുന്നത്. 1 കോടി രൂപ. നമുക്കറിയാം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നോർമൽ നമ്മൾ കുറക്കുക സെല്ലിങ് എക്സ്പെൻസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സെല്ലിങ് എക്സ്പെൻസ് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട? അത് കുറക്കുന്നതായിട്ട് കാണിക്കേണ്ട. പിന്നെ നമുക്കത് കുറച്ച് കിട്ടുന്നത് നെറ്റ് കൺസിഡറേഷൻ. ഇവിടെ സെല്ലിങ് എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തന്നെയായിരിക്കും നമ്മുടെ സെല്ലിങ് എക്സ്പെൻസ് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തന്നെയാണ് നെറ്റ് കൺസിഡറേഷനായിട്ടും ഇവിടെ വരിക, കാരണം സെല്ലിങ് എക്സ്പെൻസ് ഇല്ല. ഇനി ഇതിൽ നിന്ന് എന്ത് കുറക്കുക? കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും ആണ് കുറക്കേണ്ടത്. ഇത് ലോങ് ടേം ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വിസിഷന് ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ ഇൻഡെക്സിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്കറിയാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു 1/4/2001 മുമ്പാണ് അസറ്റ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 90-ലാണ് അക്വയർ ചെയ്യുന്നത്. 1/4/2001 മുമ്പാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV ഓൺ 1/4/2001 whichever is ഹയർ ആണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ FMV ഓൺ 1/4/2001 whichever is ഹയർ ആണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ക്വസ്റ്റ്യനിൽ നോക്കാം. 1 ലക്ഷം രൂപക്കാണ് പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നത്. 12 ലക്ഷം രൂപക്ക് വീട് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ 13 ലക്ഷമാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓർ FMV ഓൺ 1/4/2001 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ലക്ഷം. ഇതിലേതാണ് ഹയർ? 30 ലക്ഷം. 30 ലക്ഷമാണ് ഹയർ. ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ടത്. ഇൻഡെക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം CIE ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ. ഏത് വർഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? 2023-ലാണ് സോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ വർഷത്തെ CIE എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 23-24 348 ഇനി ഡിവൈഡ് ബൈ ഞാൻ പറഞ്ഞു 2001 മുമ്പാണിത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബേസ് ഇയറിൻ്റെതാണ് സാധാരണ എടുക്കുക. ബേസ് ഇയർ എന്ന് പറയുമ്പോൾ 2001-2002 100. അപ്പോൾ എന്ത് ചെയ്യാം? 30 ലക്ഷം ഇൻറ്റു 348/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1,04,40,000 ആണ്. 1,04,40,000 നമുക്ക് കിട്ടും. ഇനി ഇതിൽ നിന്ന് കുറക്കേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു 1/4/2001 ശേഷമുള്ളത് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യം ഇമ്മീഡിയറ്റ്ലി വീട് പർച്ചേസ് ചെയ്ത ഉടനെ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത ഉടനെ
ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പരിഗണിക്കില്ല. പിന്നെ മാർച്ച് 2001 ഏപ്രിൽ മുതലുള്ളതാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ മാർച്ചിൻ്റെത് നമ്മൾ പരിഗണിക്കില്ല. പിന്നെ 2009 ഏപ്രിൽ നടത്തിയത് നമുക്ക് എടുക്കാം. അത് 1/4/2001 ശേഷമാണ്. അപ്പോൾ 8 ലക്ഷമാണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. 8 ലക്ഷത്തിന് നമുക്കറിയാം മുകളിൽ എപ്പോഴും എത്ര തന്നെയാണ് 2023-24 സോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വർഷത്തെ CAE 348. ഇനി ഏത് വർഷമാണ് ഇത് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നത്? ഏപ്രിൽ 2009 ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ 2009 2010 ഏപ്രിൽ 2009 എന്ന് പറയുമ്പോൾ 2009-2010 വർഷമായിരിക്കും. അപ്പോൾ ആ വർഷത്തെ CAE അത് 148. 2009-2010 148. അപ്പോൾ എന്ത് ചെയ്യുക? 148 348/148. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 18,81,081. ഇനി എന്ത് ചെയ്യുക? നമുക്കറിയാം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് ഇത് രണ്ടും കുറക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഗെയിൻ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ലോങ് ടേം ആണ്. അപ്പോൾ 1 കോടിയിൽ നിന്ന് ഈ 2 വാല്യൂ, അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 23,21,081 രൂപയാണ്. ലോങ് ടേം ലോസ് ആണ് നമുക്ക് കിട്ടുന്നത്. 1 കോടിയിൽ നിന്ന് 1,04,40,000 18,81,081 രൂപ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. 23,21,081 രൂപ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ 1/4/2001 ശേഷമുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ നമ്മൾ പരിഗണിക്കൂ. അതേപോലെ അസറ്റ് അക്വയർ ചെയ്യുന്നത് 1/4/2001 മുമ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റും 1/4/2001 FMVയും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹയർ എടുക്കും. ആ ഹയർ എടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്.